പി വി അൻവർ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിലുള്ള സാധ്യതകൾ എങ്ങനെയാണ് ശ്രീ പി വി അൻവർ? കുറെ കാലമായി ശബ്ദം കേട്ടിട്ട്. ഇനി അങ്ങോട്ട് ശബ്ദം തുടർച്ചയായി നമ്മൾ കേൾക്കുമല്ലോ നിലമ്പൂരിൽ. അതല്ല നിങ്ങളുടെ ശബ്ദം ഞാൻ എന്നും കേൾക്കുന്നുണ്ട്. എന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടാണ്. ഓക്കെ. ജൂൺ 19 തീയതിയാണ് തെരഞ്ഞെടുപ്പ്. 5 തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. 23 തീയതി ഫലം വരുമ്പോൾ എന്തായിരിക്കും സാധ്യത ശ്രീ പി വി അൻവർ? ആദ്യമായിട്ട് ഡോക്ടർ അരുൺ വലിയ സന്തോഷം വിവരം അറിഞ്ഞപ്പോ. ഞാൻ എറണാകുളത്ത് തന്നെ ഉള്ളത്. ഇന്നലെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് നാളെ നമ്മള് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്തതാ ഇലക്ഷന് വേണ്ടിയിട്ട്. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുക്കാണ്. എന്തായാലും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ആദ്യം തന്നെ സന്തോഷം അറിയിക്കട്ടെ. ഇലക്ഷൻ കമ്മീഷന് നന്ദി അറിയിക്കട്ടെ. ഓക്കെ. ആ വാർത്ത കേരളത്തെ അറിയിച്ചത് റിപ്പോർട്ടർ ടിവിയാണ്. റോഷിപാൽ. താങ്ക്സ് ടു റോഷിപാൽ ആൾസോ. ഓക്കെ. അപ്പോ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും? 23 തീയതി ഫലം എണ്ണുന്ന സമയത്ത് നിലമ്പൂരിൽ ഒരു ജോയി ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിലമ്പൂരിൽ UDF ഒരു ജോയ് ഡേ ആയിരിക്കും. ജോയസ് ഡേ, എന്താ പറയാ, ജോയ്ഫുൾ ഡേ. അക്കാര്യത്തിൽ ജോയ്ഫുൾ ഡേ ആയിരിക്കും. നിലമ്പൂരിൽ ജോയ്ഫുൾ ഡേ ആയിരിക്കുമെന്ന് പി വി അൻവർ. അങ്ങനെ ഞങ്ങൾ എഴുതിക്കോട്ടെ, ജോയ്ഫുൾ ഡേ. അല്ല, ജോയ്ഫുൾ ഡേ ഫോർ ദ UDF വർക്കേഴ്സ് ആൻഡ് ദ പബ്ലിക്. ഓക്കെ. അതായത് സന്തോഷത്തിന്റെ ദിവസമായിരിക്കും. യെസ്, അത്രയാണ് ഉദ്ദേശിച്ചത്. ഈ ഡോക്ടറെ പിടിച്ചിരിക്കണ്ട. ഓക്കെ. ഓക്കെ. എന്തായാലും ഇനിയിപ്പോ ആകെ 25 ദിവസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. തീർച്ചയായിട്ടും അത് 25 ദിവസം എന്ന് പറയുന്നത് UDF സംബന്ധിച്ച് നമുക്ക് 10 ദിവസം കിട്ടിയാലും ജനങ്ങളോട് ഇനി കൂടുതലൊന്നും പറയാനില്ലല്ലോ. നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കല്ലേ. ഇനി ഇലക്ഷന്റെ പെട്ടി വെച്ചാൽ ആന്റി പിണറായിസത്തിന്റെ വോട്ട് വന്ന് വീഴുന്നത് പ്രിയപ്പെട്ട എന്റെ ഡോക്ടർക്കും കാണാം. നല്ല ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ആരായാലും വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിച്ച് ഇപ്പൊ ഒരു 3ാമതും പിണറായി വരും എന്ന് പറയുന്നത് നരേഷൻ സൃഷ്ടിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ടല്ലോ. അതിന്റെ വസ്തുത കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും. വലിയ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് അല്പസമയം മുമ്പ് CPM ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പറഞ്ഞത്. അല്ല, ആ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് വരേണ്ടത്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് നിലമ്പൂരിലേക്കൊന്ന് വരണം. ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് കൃത്യമായി പറയേണ്ടതുണ്ട്. ഞാൻ നാളെ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. ആളുകളെ കണ്ണിൽ പൊടിയുന്ന ഒരു എന്താ പറയാ പ്രോഗ്രസ് റിപ്പോർട്ടിനപ്പുറം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് എന്തിനാണ് അതിലൊരു ആൻസർ ഉണ്ടായിട്ടുള്ളത്, ഏതിനെയാണ് അവര് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അവർ ഉത്തരം പറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടെ റോഡും പാലവും എയർപോർട്ടും പറഞ്ഞിട്ട് മറിമായം നടത്തി പോവുകയാണ്. അതിലപ്പുറമുള്ള വിഷയങ്ങളുണ്ട്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും മനസ്സിൽ വേദന നൽകിയ സമരമാണ് ആശാസമരം. അവരിപ്പോഴും റോഡിലൂടെ തെണ്ടാണ്. 100 രൂപ കൂട്ടി കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. തൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെന്റായി അധികാരത്തിൽ വന്ന് പരിപൂർണമായിട്ടും കോർപ്പറേറ്റിസത്തിലേക്ക് നീങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം പരിശോധിച്ചാൽ ഇത്ര പെട്ടെന്ന് ഉള്ളൊരു മാറ്റം ഉണ്ടായത് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. കുടുംബാധിപത്യ രാഷ്ട്രീയം, ഈ പറയുന്ന കുടുംബാധിപത്യത്തിലേക്ക് ഒരു പാർട്ടിയെയും ഒരു ഗവൺമെന്റിനെയും ഒരു ഭരണകൂടത്തെയും ഒരു മരുമകന്റെ കാൽച്ചുവട്ടിലാക്കിയ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എവിടെയുള്ളത്? ജനങ്ങളത് കാണുന്നില്ലേ? സഖാക്കൾ കാണുന്നുണ്ടല്ലോ. അവര് പ്രതികരിക്കുമല്ലോ. ആ സഖാക്കളിൽ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിലമ്പൂരിലെ വികസനവും എടുത്തു കാണിക്കുമെന്നും നിലമ്പൂരിലെ ബൈപ്പാസ് അടക്കമുള്ളവയ്ക്ക് അവസാനം പണം അനുവദിച്ചതടക്കം നിലമ്പൂരിലെ വോട്ടർമാർക്ക് അറിയാമെന്നുമാണ് CPM ആത്മവിശ്വാസം. അവരുടെ ആത്മവിശ്വാസം അവരെ രക്ഷിക്കട്ടെ ഡോക്ടർ. അവരുടെ ആത്മവിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അവർ നിലമ്പൂരിൽ എന്ത് ചെയ്തിരുന്നു? 2016-21 ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് മോശമല്ലാത്ത രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതിലൊരു തർക്കമില്ല. അപ്പോ 21 ശേഷം ഈ പറയുന്ന മരുമോൻ മന്ത്രിയായി വന്നതിന് ശേഷം നിലമ്പൂർക്കാരെ എന്ത് ചെയ്തു എന്നുള്ളത് വിശദീകരിക്കപ്പെടും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല. ആ വിഷയം തന്നെയായിരിക്കും നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിലും സഖാക്കളുടെ മുന്നിൽ ഞാൻ വെക്കുക. അവർക്കത് ബോധ്യപ്പെടും വിത്ത് എവിഡൻസ്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ സിഗ്നലുമായിരിക്കും അല്ലേ? ഒരു തർക്കവുമില്ല. 140 മണ്ഡലങ്ങളിലും എന്താണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ജനങ്ങളുടെ വോട്ടർമാരുടെ മാനസികാവസ്ഥ അളക്കുന്ന അളവുകോലായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. ഒരു തർക്കവും വേണ്ട. അപ്പം ഇന്നു മുതൽ പ്രവർത്തനത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ കൊച്ചിയിലാണ് ഉള്ളത്. കൊച്ചിയിൽ നിന്ന് ഇപ്പോ ഒരു ഉച്ചയോട് കൂടിയിട്ട് പുറപ്പെടും ഡോക്ടർ. ഓക്കെ, താങ്ക് യു ശ്രീ പി വി അൻവർ. വരും ദിവസങ്ങളിലും കാണാം. അങ്ങ് തിരക്കിലേക്ക് ഇറങ്ങുകയാണെന്ന് എനിക്കറിയാം. 25 ദിവസമേ ഉള്ളൂ. താങ്കൾക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ്.